ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിട്ടെന്ന് കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടി മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുമ്പോൾ പോലീസ് നോക്കി നിന്നു. റെയിൽവേ പോലീസ് നിർബന്ധിച്ചാണ് മൊഴി മാറ്റിയതെന്നും ഇത് വീഡിയോയിൽ പകർത്തിയെന്നും കമലേശ്വരി പ്രധാൻ. बजरंगी दल वाले आए और हमें खींचते पकड़ते और पीछे धक्का देते हुए और गुप्त अंगों को छूते हुए हम ना रेलवे पुलिस के पास ले गए. वहाँ बहुत कुछ हमारे साथ किए. उन लोग को बाहर निकाले पुलिस वाले को और बोले कि बाहर से अंदर से बंद कर दिए दरवाजे. बहुत गंदी गंदी गाली देने लगी कि बोलने रही मादर चौध लोग तुम लोग कहाँ जा रहे हो, ये सब बोलने लगी. और बोलने लगी कि तुम लोग गोंड गंवार निज लोग हो, तुम लोग अपने बूढ़े देव को मान छोड़कर अन्य धर्म में जाते हो बोल के डांटने लगी, मारने लगी और बहुत थप्पड़ पे थप्पड़ मारने लगी और भैया को भी बहुत मारे. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പോലീസ് വാദം തെറ്റെന്ന പെൺകുട്ടികളുടെ കുടുംബം തങ്ങളുടെ സമ്മതപ്രകാരമാണ് കമലേശ്വരി പ്രധാൻ കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയ്ക്ക് പോയതെന്ന് കുടുംബം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 8,000 രൂപ മാസ ശമ്പളത്തിന് പാചക തൊഴിലാളിയായിട്ടാണ് ജോലിക്ക് പോയതെന്നും കുടുംബം. पैसा पटाएब मैं भेजत रहे बजरंगी धरी से मोला दे पैसा. एक और आपको बचा है, उसको ये सिस्टर को पहचाने और उसको कोई आपको पहचान कर दिया सिस्टर लोग? हाँ जानकारी दी मन मोला तहाँ मैं भेजत रही हूँ. और पूरा सामान ओकर देबो या खाना पीना करके 8,000 पैसा देबो कह के कीन तहाँ मैं भेजे. വിവരങ്ങളുമായി ശരത് ലാൽ ഉണ്ട്. ശരത്ത്, ഈ ജ്യോതി ശർമ്മ കന്യാസ്ത്രീകളെയും ഒപ്പം ഉണ്ടായിരുന്നവരെയും വിദ്വേഷ വർഷം നടത്തി ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അത് സമ്മതിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മൊഴികളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും ഒക്കെ നിലവിൽ വരുന്നത്. ആ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കുടുംബത്തിന്റെ അറിവോടെ തന്നെയാണ് കുട്ടികൾ പോയിട്ടുള്ളത് എന്ന് സമ്മതിക്കുന്നുണ്ട് ആ കുടുംബവും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില അതുതന്നെയാണ്. അഖില പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പൂർണ്ണ സമ്മതമുണ്ട് അവരുടെ ആഗ്ര യാത്രക്ക്. അതുപോലെ തന്നെ അവർ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നു. ഇത് രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ഈ നാരായണപൂരിലെത്തി ഇത്രയും വൈകിട്ട് പോലും നമ്മൾ നാരായണപൂരിൽ എത്തുകയും ഈ ഗ്രാമങ്ങളിലേക്ക് പോവുകയും അവിടെ അന്വേഷണം നടത്തുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഈ പ്രധാന കുടുംബത്തെ നമ്മൾ കാണുന്നത്. അമ്മ, മുത്തശ്ശി, അതേപോലെ തന്നെ അനുജത്തി, 5 പെൺകുട്ടികളുള്ള കുടുംബത്തിലാണ് കമലേശ്വരി പ്രധാൻ ഉള്ളത്. അവിടുത്തെ ദാരിദ്ര്യമാണ് 8,000 രൂപക്ക് മകളെ പാചക പണിക്ക് അയക്കുന്നത്. ഇളയ അനുജത്തിയെ കോളേജിൽ റായ്പൂരിൽ പഠിക്കുകയാണ്. അവൾക്കുള്ള ഫീസും കൂടി അടക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഈ കൊടുങ്കൈ ചെയ്തത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു കമലേശ്വരി പ്രധാൻ. അന്നേ ദിവസം അവർക്ക് നേരിട്ട ദുരന്തങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെത്തുകയും അത് നമ്മളോട് വ്യക്തമായി പറയുകയും ചെയ്തു. കാരണം അന്ന് അവിടെ എത്തിയ ഉടനെ തന്നെ ടിക്കറ്റ് ഇല്ല എന്ന കാരണം പറഞ്ഞാണ് TT അവരെ ആദ്യം തന്നെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തതിനാൽ അവർക്കെതിരെ പിഴ അടക്കുകയും ആ സമയത്ത് ബജ്രംഗ് നേതാക്കളെത്തുകയും തങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബജ്രംഗ് പ്രവർത്തകർ കന്യാസ്ത്രീകളെ മാറ്റി നിർത്തുകയും അത് കഴിഞ്ഞ് തങ്ങളെ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു റൂമിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുകയും ചെയ്തു, ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നെ തുടർന്ന് റെയിൽവേ പോലീസ് എത്തി ഈ തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റും മൊഴിയും നിർബന്ധമായി രേഖപ്പെടുത്തി തന്നെ മർദ്ദിച്ചും തന്നെ ശക്തമായി ശകാരിച്ചുമാണ് മൊഴി രേഖപ്പെടുത്തിയതെന്നും അവർ പറയുന്നു. ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നലെ താൻ പരാതി കൊടുത്തിരുന്നു പോലീസ് സ്റ്റേഷനിൽ. നാരായണപൂരിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. എന്നാൽ നടപടിയൊന്നുമായിട്ടില്ല. അതുകൊണ്ട് SP-ക്ക് പരാതി കൊടുത്തു. അതുകൊണ്ടും നടപടിയായിട്ടില്ല. ഇത് ഇന്നും പോലീസ് സ്റ്റേഷനിൽ പോയി. ഏതായാലും പോലീസ് പരാതി എടുത്തിട്ടില്ലെങ്കിൽ താൻ കോടതിയെ സമീപിക്കും എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അഖില, ജ്യോതി ശർമ്മ പോലീസുകാർക്ക് മുന്നിൽ വെച്ചാണ് മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കുടുംബത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു ആ കുട്ടികൾ പോയതെന്ന് വ്യക്തമാക്കുകയാണ് കുടുംബം. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.